ഹായ് ഗൈസ്, രമേശിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്നു സുരേഷ്. പേരിടൽ ചടങ്ങ് വളരെ പെട്ടെന്നായിരുന്നു, അറിയിക്കാത്തതിൽ ഖേദിക്കുന്നു. അപ്പൊ ഇന്നത്തെ യോദ്ധാവ് ബ്രെഡാണ്. ഇനിപ്പുരം പൊട്ടറ്റോ അരിഞ്ഞ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഒപ്പം സവാളയും പച്ചമുളകും മല്ലിയിലയും കുഞ്ഞുകുഞ്ഞാന്നരിഞ്ഞിട്ടുണ്ട്. ബ്രെഡിനെ അങ്ങോട്ട് എടുത്ത് 4 അരുവും വേട്ടി അങ്ങ് എറിയണം. ശേഷം ചപ്പാത്തി കല്ല് വെച്ച് നമുക്കതൊന്ന് പരത്തി എടുക്കാം. അപ്പോഴേക്കും പൊട്ടറ്റോ വെന്ത് കിട്ടും. വെന്ത പൊട്ടറ്റോ എടുത്ത് ഇടിച്ച് പദം വരുത്തണം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന അലുപുലുസ് സാധനങ്ങളെല്ലാം കൂടി ഇട്ട് ഇളക്കോടെ ഇളക്കും. എന്നിട്ട് ഉപ്പ്, മഞ്ഞപ്പൊട്ടി, മുളക് പൊട്ടി, മസാലപ്പൊടി ഇട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കുക. ബ്രെഡിനെ എടുത്ത് നൂത്ത് കിടത്തി വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്ന മൈദ എടുത്ത് 4 വശം അങ്ങ് പൂശണം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതിനകത്തോട്ട് വെച്ചിട്ട് 4 അരിവും ചേർത്ത് ഓങ്ക്രീം കുട്ടിച്ചത് ഒട്ടിപ്പോവും. ഏകദേശം ഒരു റെക്ടാംഗിൾ പിരമിഡ് എന്തോ ഒരു ഷേപ്പാണ്. പാതി വഴി നിൽക്കുന്ന സുരേഷിനെ മൈദയിൽ മുക്കി എണ്ണയിലോട്ട് ഇടുക. സത്യം ഞാൻ ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഡീപ് ഫ്രൈ ഈ വീട്ടിൽ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി വന്ന ഫില്ലിങ്സ് എടുത്ത് കളഞ്ഞാൽ ഇടി കിട്ടും എന്ന് അറിയുന്നതുകൊണ്ട് സുരേഷിന്റെ അപ്പച്ചിയുടെ മക്കളായ റീമ, ഷീല, സീമയെ മൈദയിൽ മുക്കി എണ്ണയിലാക്കി. സുരേഷിന്റെ വീട്ടിൽ മരുമക്കത്തായമാണ് അത്രയും. സ്വത്തുക്കൾ ചന്നം പിന്നെ പങ്കുവെക്കേണ്ടി വരും. എന്നാൽ എല്ലാരും കൂടി ചേർത്ത് സുശീലയാക്കാന്ന് ഞാനും കരുതി. സുരേഷ് കിഡിലോസ്കി ആയിരുന്നു എങ്കിൽ സുശീല ചോറിന്റെ കൂടെ ജിഞ്ചിനാക്കിടിയായിരുന്നു. ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.